റോയ്ചേ, PV അൻവർ കടുത്ത CPM വിരുദ്ധത പറഞ്ഞ് കളനിറയുകയാണ്. ഇത് മലബാറിൽ എന്ത് രാഷ്ട്രീയ മാറ്റം ഉണ്ടാവും? കാരണം CPM കൈവശം വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഇന്ന് അൻവർ ഫാക്ടർ എഫക്റ്റ് ചെയ്യുമോ? അല്ല, അത് കാണാൻ പോകുന്ന ഒരു പൂരമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴേ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അൻവറിൻ്റെ ശക്തി എന്താണെന്ന് അൻവർ ഇതുവരെ തെളിയിച്ചിട്ടില്ല. അൻവർ ഈ ഡയലോഗ് അടി അല്ലാതെ അൻവറിൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് ഇതുവരെ ആർക്കും പുറത്തു വന്നിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, CPM-ൻ്റെ കൂടെ നിന്നപ്പോഴുള്ള 2 വിജയങ്ങൾ മാത്രമേ അൻവറിനുള്ളൂ. അത് അൻവറിൻ്റെ സ്വന്തം നേട്ടമാണെന്നൊന്നും പറയാൻ മികച്ച പ്രകടനം ഉണ്ടായിരുന്നു. അല്ല, അതൊക്കെ തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയെ ചാരി നിന്നുകൊണ്ടുള്ള നേട്ടങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് അൻവർ ഒരു സ്വതന്ത്ര ശക്തിയാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ചാൻസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കും അൻവറിൻ്റെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവി. അപ്പോൾ ഈ അൻവർ ഇപ്പോൾ പറയുന്നതിനൊക്കെ എന്തുമാത്രം പ്രസക്തി ഉണ്ടെന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പിലൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് ഇവിടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഓൾറെഡി കഴിഞ്ഞ തവണ അൻവർ 3000 താഴെ വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അപ്പോൾ ആ സാഹചര്യങ്ങൾ, അപ്പോൾ ഇപ്പോൾ പൊതുവേ ഒരു സംസ്ഥാനം ആകെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം, ഇതിനെയൊക്കെ മുതലെടുക്കാൻ നിലവിൽ ഈ കഴിഞ്ഞ അൻവറിൻ്റെ ഒരു സഹായമില്ലാതെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. അപ്പോൾ അൻവർ ഈ പറയുന്ന ഈ അവകാശവാദങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുമാണ് അൻവർ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. അപ്പം മലബാറിൽ അൻവറിനെ പോലെ ഒരാൾ വന്നതിൻ്റെ പേരിലൊന്നും വലിയ അട്ടിമറിയൊന്നും സംഭവിക്കാനുള്ള സാധ്യതകളില്ല. ചിലപ്പോൾ അൻവർ മത്സരിക്കുന്ന ഏത് സീറ്റിലാണോ മത്സരിക്കാൻ പോകുന്നത് അവിടെ പോലും യു ഡി എഫിൻ്റെയും പിന്നെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അൻവറിന് ജയിച്ച് കയറാൻ പറ്റുള്ളൂ. അല്ലാതെ അൻവറിന് പരമാവധി ഒരു മണ്ഡലത്തിൽ പോയി നിന്നിട്ട് 5000-നും 10,000-നും ഇടയ്ക്ക് അപ്പുറത്തേക്ക് വോട്ട് ചിലപ്പോൾ പിടിക്കാൻ പറ്റിയേക്കാം. അതിനപ്പുറത്തേക്കൊന്നും അൻവറിനൊരു തിരഞ്ഞെടുപ്പിൽ ഒരു ഏകകക്ഷിയായി നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ടൊരു വിപ്ലവം സൃഷ്ടിക്കാനുള്ള അതിനുള്ള ആരോഗ്യം അൻവറിനോ അൻവറിൻ്റെ പാർട്ടിക്കോ കേരളത്തിലില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം പിന്നെ മലബാറിലൊന്നും കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അൻവർ ഈ അവകാശവാദങ്ങൾ ഉയർത്തി അദ്ദേഹത്തിൻ്റെ ബാർഗെയിനിങ് കപ്പാസിറ്റി കൂട്ടാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതല്ലാതെ അൻവർ കേരള രാഷ്ട്രീയത്തിലൊന്നും ഒരു ശക്തിയായി മാറാനെന്നുള്ള ഒരു സാധ്യതയും നിലവിലില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ വെറുതെ പുകഴ്ത്തി പറഞ്ഞിട്ടോ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ശക്തമായ 3 മുന്നണികളുടെ ഇടയിൽ നിൽക്കുകയാണ്. അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്ത് സാധിക്കാനാണ്? ഒന്നും സാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ബംഗാളിലൊരു യാഥാർത്ഥ്യമാണ്. അവർ കഴിഞ്ഞ 2011 മുതൽ അവർ അധികാരത്തിലുണ്ട്. ആ പാർട്ടിക്ക് അവിടെ സ്വാധീനമുണ്ട്. ഇവിടെ എന്ത് സ്വാധീനം എന്നുള്ളത് ഈ അൻവറിനെ പോലെ ഒരാളെ വെച്ചുകൊണ്ടൊന്നും ഒരു സ്വാധീനം ഉണ്ടാക്കാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ UDF എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയെ പുറത്തുനിന്ന് സഹായിക്കുന്നു എന്നുള്ളതുള്ളൂ. മമതയെ പോലെ ഒരാൾക്ക് ഏത് സമയത്തും നിലപാട് മാറ്റാവുന്ന ഒരാളാണ്. നിലപാട് മാറ്റുന്നതിനൊന്നും ഒരു മടിയുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നും ഉള്ളതല്ല. ആ പാർട്ടി ഉണ്ടായത് ഒരു CPM വിരുദ്ധതയിലാണ് ഉണ്ടായത്. ഇപ്പോൾ CPM അവിടെ അപ്രസക്തമാണ്. അപ്പം ഇനിയിപ്പോൾ CPM വിരുദ്ധതയല്ല അവരിപ്പോൾ പറയുന്നത്. അവരിപ്പം ബംഗാളിൽ BJP വിരുദ്ധതയാണ് പറയുന്നത്. കാരണം CPM അവിടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസിനകത്ത് തൃണമൂൽ കോൺഗ്രസിനെ സഖ്യകക്ഷിയാക്കുന്നതിൽ തന്നെ ഇപ്പോൾ ഇന്നലെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു പാർട്ടിയെ ഘടകകക്ഷിയാക്കി കൊണ്ടുപോകുക എന്ന് പറയുന്നത് അപകടം ചെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അവരൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഘടകകക്ഷിയാക്കുന്നതിൽ തന്നെ പലർക്കും ഇപ്പോഴും ആശങ്കയുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ ആശങ്കയുണ്ട്. കാരണം ഈ വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടില്ല. അപക്വമായ വർത്തമാനങ്ങൾ പറഞ്ഞ് മുന്നണിയെ തന്നെ അപകടത്തിലാക്കും. CPM-നകത്തിരുന്നുകൊണ്ട് അത് കണ്ടതാണല്ലോ ഈ അവസാന കാലത്ത്. അപ്പം ഇപ്പം തന്നെ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിനകത്തെ സ്ഥാനാർത്ഥിയെ നിർണ്ണയം വരെ നടത്തി കോൺഗ്രസ്സുകാരെ വെട്ടിലാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒറ്റയടിക്ക് മുന്നണിക്കകത്തേക്ക് കയറുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ഇപ്പോൾ പോലും സതീശനൊന്നും പൂർണ്ണമായ മനസ്സ് തുറന്നിട്ടില്ല. അതായത് സതീശൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല. അപ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട്. ഞങ്ങൾ വേണോ ഇല്ലയോ എന്ന് ആലോചിക്കും. പരമാവധി നടത്തി ചെരുപ്പ് തേച്ചതിന് ശേഷം തന്നെ ഈ ശക്തി എന്താണെന്ന് അറിയാതെ ഒരു കാരണവശാലും അവരെ അകത്ത് കയറ്റാനുള്ള സാധ്യതയില്ല. അപ്പം മുസ്ലിം ലീഗാണ് സഹായിക്കുമെന്നുള്ളൊരു മട്ടിലാണ് പുള്ളി നിൽക്കുന്നത്. മുസ്ലിം ലീഗ് പോലും അങ്ങനെ കോൺഗ്രസിനെതിരായിട്ടൊരു ഏകപക്ഷീയമായ തീരുമാനം എടുക്കത്തുമില്ല. അപ്പോൾ ഇതെല്ലാം കണക്കിൽ കൂട്ടിയതിന് ശേഷമേ അൻവറിന് ഈ അകത്തേക്ക് കയറാനും നടക്കത്തുള്ളൂ. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അൻവറിന് ഏറ്റവും നിർണായകമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന പോലെ മലപ്പുറത്ത് ഓരോ മണ്ഡലങ്ങളിലും പരമാവധി 5000-നും 10,000-നും ഇടയ്ക്ക് വോട്ട് ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം.
അതിനുള്ള കഴിവുണ്ടെന്നൊന്നും തോന്നുന്നില്ല. കാരണം ഈ വർത്തമാനം പറച്ചിലല്ലാതെ പ്രായോഗിക തലത്തിലൊന്നും കണ്ടില്ല. CPM-ൻ്റെ കൂടെ ഒപ്പം ചേർന്ന് നിന്ന് ഒരു വിജയം കൈവരിച്ചു. അതല്ലാതെ അൻവർ എന്ന് പറയുന്ന പ്രതിഭാസത്തിന് ഈ പറയത്തക്ക കഴിവുണ്ടോ, ശക്തിയുണ്ടോ, സംഘാടക ശേഷി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അൻവർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അൻവറിനെ സംബന്ധിച്ച് ഒരു ഡു ഓർ ഡൈ ഗെയിമാണ് ഇപ്പോൾ മുന്നേ വന്നിരിക്കുന്നത്. ഇപ്പോൾ അകത്തേക്കുള്ള എൻട്രി തന്നെ മുടക്കി വെച്ചിരിക്കുക സ്വന്തം വർത്തമാനം കൊണ്ട് തന്നെ. അതായത് കോൺഗ്രസിനകത്തെ ഒരു സീനിയർ മെമ്പറായ ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള ആ വർത്തമാനം തന്നെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ അസ്വസ്ഥതയുണ്ട്. കാരണം ആര്യാടൻ മുഹമ്മദിൻ്റെ കുടുംബവും ആര്യാടൻ മുഹമ്മദ് ഷൗക്കത്തുമായി ബന്ധപ്പെട്ടതിന് ഒരുപാട് കോൺഗ്രസ്സുകാർ അവിടെ തന്നെ ഉണ്ട്. തന്നെയല്ല, കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിലേക്കാണ് അൻവർ പോയി തലവെച്ച് കൊടുത്ത്. അപ്പോൾ അത് കോൺഗ്രസ് പാർട്ടിക്ക് ദഹിക്കുന്ന ഒരു കാര്യമല്ല. ആരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണമെന്നൊക്കെ കോൺഗ്രസ് അല്ലേ തീരുമാനിക്കുക. അത് പറഞ്ഞു തന്നെ അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ തന്നെ ഇല്ലാതാക്കുവാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഒരുപാട് കാര്യം കണക്കിലെടുക്കുക. അതുകൊണ്ട് തന്നെയാണ് ലീഗ് മൊത്തത്തിൽ ഒരു വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ പിന്തുണയ്ക്കുകയോ ചെയ്യാൻ അവരും വിസമ്മതിക്കുന്നതിന് കാര്യം. കാരണം പിന്നെ അൻവറിൻ്റെ ഈ സാധ്യതകളെക്കുറിച്ച് അവർക്കും പല കാര്യത്തിലുള്ള സംശയമുണ്ട്. പാർട്ടിക്കകത്ത് തന്നെയുള്ള പല നേതാക്കന്മാർക്കും അൻവറിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അൻവറിൻ്റെ രാഷ്ട്രീയ പിന്തുണയെക്കുറിച്ചുമൊക്കെ തന്നെ അവർക്കും ഒരുപാട് സന്ദേഹങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് അൻവർ വരുന്നതിനോട് ഒരു യോജിപ്പ് പറഞ്ഞ രണ്ട് നേതാക്കന്മാരേ ഉള്ളൂ. അത് രമേശ് ചെന്നിത്തലയും കെ സുധാകരനും മാത്രമാണ് അത്തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ള. പക്ഷേ അവർ പോലും ഒരു പരിധി വിട്ടിട്ടുള്ള ഒരു പിന്തുണയ്ക്കാനൊന്നും അവരും തയ്യാറായിട്ടില്ല. അൻവർ വരുന്നത് നല്ലതാണ് എന്നൊക്കെയുള്ള ഒഴുക്കം മട്ടിൽ ഒരു പ്രസ്താവന പറഞ്ഞു പോയി എന്നുള്ളതല്ലാതെ ഒരു പൂർണ്ണമായ തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതിനകത്ത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനങ്ങളും കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള ഒരു സമീപനങ്ങളും ഈ അൻവറിന് മുന്നോട്ടുള്ള ദിവസങ്ങളിലെ പെരുമാറ്റങ്ങളും ഒക്കെ തന്നെ വലിയൊരു ഘടകമായിരിക്കുക. രാവിലെ പറഞ്ഞ പ്രസ്താവന വൈകിട്ടായപ്പോഴത്തേക്ക് ഇന്നലെ മാറ്റി. ഷൗക്കത്തിൻ്റെ കാര്യത്തിലുള്ള പ്രസ്താവന അദ്ദേഹം ആയാലും ഞാൻ പിന്തുണയ്ക്കും എന്നുള്ള മട്ടിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് ഈ നിലപാടില്ലായ്മയും ഈ അനാവശ്യ വർത്തമാനങ്ങളുമാണ് അദ്ദേഹത്തിന് തിരിച്ചടിയാവുന്നത്. അപ്പോൾ അത് ഇപ്പോൾ കോൺഗ്രസ് എന്താ പറയുക, ഒരല്പം രാഷ്ട്രീയമായി മേൽക്കൈയുള്ളൊരു സമയമാണിത്. അല്ലെങ്കിൽ UDF ഒരു മേൽക്കൈയുള്ളൊരു സമയമാണ്. ആ സമയത്ത് വന്ന് ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞ് പാർട്ടിക്കകത്ത് തന്നെ കുളം കലക്കുന്നതിനോട് കോൺഗ്രസ്സുകാർ എങ്ങനെ യോജിക്കുമെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയാനുള്ള കാര്യമാണ്. പിന്നെ അദ്ദേഹം ഈ അവകാശപ്പെടുന്ന പോലെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. പിന്നെ വനമേഖലയിലെ പ്രശ്നമാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുന്നത്. അതൊരു പുതിയ കാര്യമല്ല. കഴിഞ്ഞ 9 വർഷമായിട്ട് കോൺഗ്രസ് ഇവിടെ അല്ലെങ്കിൽ UDF ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. നിയമസഭയിൽ തന്നെ 4-5 പ്രാവശ്യം അവർ അടിയന്തര പ്രമേയങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉന്നയിക്കുകയും അതാത് വന്യജീവി സംഘർഷം ഉണ്ടാകുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് സമരത്തിൽ രംഗത്തൊക്കെ തന്നെയാണ്. ഇന്ന് പോലും വയനാട്ടിൽ കടുവയെ കണ്ട പ്രദേശത്ത് ഇന്ന് പോലും കോൺഗ്രസ്സുകാർ ഇന്ന് സമരത്തിലാണ്. അപ്പോൾ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തമായിട്ടൊന്നും വ്യാഖ്യാനിച്ച് അദ്ദേഹത്തിന് മുന്നേറാനുള്ള സാധ്യതകളൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥയും വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് 27-ാം തീയതി ജാഥയും തുടങ്ങുകയാണ്. അത് പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കൊന്നും ഒരു വലിയ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് വോട്ട് ജനറേറ്റ് ചെയ്യാനോ ജനപിന്തുണ നേടാനോ ഒന്നും സാധ്യമല്ല. കാരണം അതാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഈ നിലമ്പൂരിൽ ഈ കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഈ പ്രശ്നങ്ങളുണ്ടായിട്ട് ഇദ്ദേഹത്തിൻ്റെ പൊടി പോലും അടങ്ങും ഇല്ലായിരുന്നു. അദ്ദേഹം ആ ഇഷ്യൂസ് ഒന്നും ടേക്കപ്പ് ചെയ്തതായിട്ട് പോലും നമ്മളാരും കേട്ടിട്ടുമില്ല. നിയമസഭയിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രസ്താവന നടത്തിയായിട്ട് പോലും കാണാനുമില്ല. അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഇതുവരെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനിയും അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ എൻ്റെ ശക്തി തെളിയിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് നഷ്ടപ്പെട്ടിരിക്കുന്ന പഞ്ചായത്തുകൾ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്താൽ നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലെ നിയോജകമണ്ഡലങ്ങളിലൊക്കെ അത് സ്വാധീനിക്കാൻ കഴിയും. ഒറ്റയ്ക്കുള്ള പ്രയോഗങ്ങൾ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഈ 3 മുന്നണികളെ എതിരിട്ടിട്ട് കേരളത്തിൽ ഒരു സ്വതന്ത്രം ജയിക്കാനുള്ള നിലവിൽ സാധ്യതകളില്ല. ഈ CPM വലിയ നേട്ടമായിട്ട് പറഞ്ഞിരുന്ന 4-5 പേരുകളാണ്. ഒന്ന് PV അൻവർ, KT ജലീൽ, അതേപോലെ അബ്ദുറഹ്മാൻ, കാരാട്ട് റസാഖ്, മഞ്ഞളാംകുഴി അലി. അതിൽ മഞ്ഞളാംകുഴി അലി നേരത്തെ തന്നെ പോയി കഴിഞ്ഞു. ഇപ്പോൾ അൻവർ നിശബ്ദനാണ്. അൻവർ പോയി കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ KT ജലീൽ ഇനി മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPM ഉണ്ടാക്കിയെടുത്ത ഒരു നേട്ടം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. CPM 2000-ന് ശേഷം വലിയ തോതിൽ മുസ്ലിം ജനസാമാന്യങ്ങൾക്കിടയിൽ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കണ്ട PT റഹീമായാലും V അബ്ദുറഹ്മാനും അൻവറും KT ജലീലും ഒക്കെ തന്നെ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായി വന്ന മുസ്ലിം ചെറുപ്പക്കാരായിട്ടുള്ളവരായിരുന്നു. അവർ തന്നെ പലവിധ കാരണങ്ങളാൽ ഇതിനകത്ത് മുന്നണിയിൽ നിന്ന് പോവുകയൊക്കെ ചെയ്ത്. അപ്പോൾ പലർക്കും ഈ ഒന്നാമത്തെ കാര്യം, പലരും ഇപ്പോൾ അൻവർ ഒഴിച്ച് ബാക്കി എല്ലാ നേതാക്കന്മാരും വന്നവരൊക്കെ തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് വന്നവരാണ്.
അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയവുമായിട്ട് അവർക്ക് ഈ CPM-നകത്ത് വന്ന് അവർക്ക് പൊരുത്തപ്പെട്ടു പോകുന്നതിനും ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. CPM-ൻ്റെ ഒരു കേഡർ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള സ്വാഭാവികമായ ബുദ്ധിമുട്ടും ഇടപെടലുകളും ഒക്കെ തന്നെയാണ് അവരെയൊക്കെ തന്നെ നിശബ്ദരാക്കുകയോ മുന്നണി വിട്ടു പോകുന്നതിലോ ഒക്കെ തന്നെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ അൻവറിനെയും ബുദ്ധിമുട്ടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ആ മുന്നേറ്റം CPM-ന് ഇപ്പോൾ തുടരാൻ കഴിയുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇനി അതിന് മറുപടി കണ്ടുപിടിക്കുമായിരിക്കാം. അല്ലെങ്കിൽ വീണ്ടും ലീഗിനകത്തു നിന്ന് അസ്വസ്ഥരായി നിൽക്കുന്നവരെ അടർത്തിയെടുത്ത് വീണ്ടും അത്തരം ഒരു നീക്കത്തിലേക്ക് പോകേണ്ടി വരുമായിരിക്കും. അതിനിയും വരുന്ന ദിവസങ്ങളിലായിരിക്കാം അതിനുള്ള സാധ്യതകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കണ്ടെത്തേണ്ടത്. അപ്പം ഇനി ഒരു പെട്ടെന്ന് ഇതേപോലെ തന്നെ ഇത്രയും ഊർജ്ജസ്വലതയുള്ള സ്വാധീനമുള്ള ചെറുപ്പക്കാരെ ആ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തുക കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് CPM-നും ആകാംക്ഷയുള്ള കാര്യങ്ങളാണ്. CPM അതിനെ സജീവമായി തന്നെയാണ് നോക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ആൾ വരുന്നതും പോകുന്നതും ഒരു പുതിയ കാര്യമല്ല. അപ്പോൾ ഈ അൻവറിൻ്റെ കാര്യത്തിലുള്ള ഒരു പ്രശ്നം CPM നേരിടുന്ന ഇന്നലെ അൻവറിൻ്റെ ഒരു പ്രസ്താവനയോട് CPM-ന് അകത്ത് അല്പം അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം അൻവർ പറഞ്ഞു, എന്നെക്കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതിൻ്റെ പിന്നിൽ പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. അവർ പിന്നീട് ഞാനത് പറഞ്ഞതിന് ശേഷവും ഒക്കെ തന്നെ അവരൊക്കെ പിന്നെ ഫോൺ എടുക്കാതെയും അവർ നിശബ്ദരായിരിക്കുകയാണ്. ഞാൻ ആ പേരുകൾ ചിലപ്പോൾ പുറത്ത് പറയും എന്നൊരു ഭീഷണി ഇട്ടിട്ടുണ്ട്. ആ ഭീഷണി പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് കാണും അത് നടന്നാൽ CPM-നകത്ത് ഒരു പക്ഷെങ്കിൽ പൊട്ടിത്തെറിക്കും, തലകൾ ഉരുളാനും ഒക്കെ തന്നെ സാധ്യതകളുണ്ട്. അൻവർ അങ്ങനെ ഒരു സാധ്യതയുടെ വാതിൽ തുറന്നിട്ടിട്ടാണ് ഇപ്പോൾ അർദ്ധോക്തിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക? കോൺഗ്രസ് ഒരുപക്ഷെ അത് ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞു. CPM-നെ ദുർബലപ്പെടുത്തുന്ന പ്രസ്താവനകൾ നടത്തിയാലല്ലേ ഉള്ളൂ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പോൾ അത് പറയുമോ, അത് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ റിയാക്ഷൻസ് എന്നൊക്കെയുള്ളൊരു ആശങ്ക മുന്നണിയിലുണ്ട്, CPM-നകത്തുണ്ട്. അതെന്തായിരിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ. അൻവർ ആയതുകൊണ്ട് അൻവർ ഇതൊക്കെ തുറന്നു പറഞ്ഞേക്കാം. പക്ഷേ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു വിശ്വാസിയുടെ പ്രശ്നമുണ്ട്. പക്ഷേ എന്നാലും എതിർ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ചാൻസ് കോൺഗ്രസ്സുകാരും ഉപയോഗിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്.